Appropriate post-exposure prophylaxis is provided to all staff members concerned. അതിന് കൃത്യമായ ഗൈഡ് ലൈൻസും നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാകണം. പെപ്ഫോർ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചറി നമുക്കറിയാവുന്നതാണ്. നേഴ്സസ് കൃത്യമായി റെക്കോർഡ് കീപ്പ് ചെയ്യണം ഈ കാര്യത്തിൽ. എസ്പെഷ്യലി ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെ HIV എക്സ്പോഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് കൃത്യമായി ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. വിത്തിൻ 24 hours നമ്മളത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ആ ഒരു സാധ്യത റിപ്പോർട്ട് ചെയ്ത് പ്രിക്കോഷണറി മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അത് ഇല്ല എങ്കിൽ നമ്മൾ അടുത്ത ഒരു വ്യക്തിയുമായി മാറാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മുടെ സ്റ്റാഫുകളുടെ കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു പ്രിക്കോഷനെ കുറിച്ചാണ് IPC 8E 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് പറയുന്നത്. അപ്രോപ്രിയേറ്റ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലൈസിസ് ഈ പ്രൊവൈഡഡ് ടു ദ ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ് കൺസേൺഡ്. അപ്പം നമുക്ക് ഏതൊരു സാഹചര്യത്തിലും സ്റ്റാഫിന് ഒരു ഹെപ്പറ്റൈറ്റിസ് ബിയോ HIV എക്സ്പോഷർ ഉണ്ടായി എന്ന് അവർ ഒരു അത്തരത്തിലൊരു ഡൗട്ട്ഫുള്ളായിട്ടുള്ളൊരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നാഷണൽ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. സോ ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്ക് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ നേഴ്സസിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ. അത് വെറൊരു ഡോക്യുമെൻ്റായി ഇരിക്കാനുള്ളതല്ല, ഡോക്യുമെൻറ്റ് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്. നമ്മുടെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ചാപ്റ്റർ 8 സ്റ്റാൻഡേർഡുകളിൽ കൂടെ വളരെ മനോഹരമായി നമ്മളോട് ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൻ്റെ സാധ്യതകൾ എങ്ങനെയെല്ലാം ചെയ്യാം എന്ന് നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. NABH എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കേഷൻ അക്രഡിറ്റേഷനൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊരു തൊഴിലായി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതൊരു സാമൂഹ്യ സേവനവുമാണ്. സാമൂഹ്യ സേവനം എന്നതിൽ നമ്മൾ കാണേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് സമൂഹത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾ നമ്മുടെ തൊഴിലായി വരുമ്പോൾ നമുക്കത് സന്തോഷത്തോടെ ചെയ്യാൻ കഴിയണം. അതേ സമൂഹത്തിന് ഉപകാരമായ കാര്യം നമ്മുടെ ജീവിതത്തെ തകർക്കാനോ നമ്മുടെ കുടുംബത്തെ തകർക്കാനോ നമ്മളുടെ ഒരു ഇൻഫെക്ഷൻ കാരണം കൂടുതൽ പേഷ്യൻസിലേക്ക് അത് എത്തുന്നതിനോ ഒക്കെ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സ് അവരുടെ ബന്ധുമിത്രാദികളെ കാണാൻ വന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു ഇൻഫെക്ഷനുമായിട്ട് പോകാതിരിക്കാൻ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഹൈജീൻ, സേഫ്റ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു സേഫ്റ്റി മെഷേഴ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സേഫ്റ്റി മെഷർ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൽ. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ മനോഹരമായ ഒരു ഡിസ്കഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ നടന്നത്. തുടർന്ന് നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ ഡിസ്കഷനിലേക്ക് പോകാം. നിങ്ങൾ മനസ്സിലാക്കിയതും ഇടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയതും നമുക്ക് ഇന്ന് ഈ ഡിസ്കഷനിൽ കൊണ്ടുവരാം. ഇന്ന് ഈ ചാപ്റ്റർ വളരെ പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് തന്നെ വളരെ അധികം സമയം നമുക്ക് ഡിസ്കഷനുണ്ട്. വളരെ ആക്റ്റീവായിട്ടുള്ള സജീവമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് ഉത്തരം കിട്ടിയിട്ടേ നിങ്ങൾ എഴുന്നേറ്റ് പോകാവൂ. സോ നമുക്ക് വ്യക്തമായൊരു ഡിസ്കഷനിലേക്ക് കിടക്കാം.